ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിത് ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമുണ്ട്. അപ്പോൾ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ഇതുള്ള കാരണമുണ്ട് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നിന്ന്. അപ്പോൾ അതെന്തായാലും ഞാൻ കാലത്തൊക്കെ എണീറ്റ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറി വെക്കാൻ. അപ്പോൾ കറിക്കുള്ള കുക്കറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫാണ് കറി വെക്കണത്. കുറച്ച് കറി വെക്കണുള്ളൂ കേട്ടോ, പത്തിരിയിലേക്ക് മാത്രമായിട്ട് വെക്കണുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് നിച്ചുമോൻ എണീറ്റ്, അവൻ എണീക്കുമ്പോഴേക്ക് വേഗം ചെയ്തതായിരുന്നു. പക്ഷെ അവൻ അപ്പോഴേക്ക് എണീറ്റ് പിന്നെ ഉമ്മാടയിൽ കൊടുത്തിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഞാൻ എന്തായാലും കറി വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ സബോളൊക്കെ വാട്ടുന്നുണ്ട്. പിന്നെ കുക്കറിൽ ഞാൻ മറ്റേ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ വേവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനത് വേവിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവരെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതേ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കറി ആയതിന് ശേഷം ഞാനും നിച്ചുമോനും കൂടെ കുളിക്കാൻ പോയി. എന്നിട്ട് നിച്ചുമോനൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ അവനക്ക് കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. സാധാരണ ഞാൻ കുറുക്ക് കൊടുത്തതിന് ശേഷമാണ് കുളിപ്പിക്കാറ്. അപ്പോൾ അത് പെരുന്നാളൊക്കെ അല്ല, അപ്പോൾ കുളിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറുക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിച്ചുമോനും ഇങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ തുടക്കണോടത്ത് അടിക്കണോടത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ എടുത്തിട്ടൊക്കെയാണ് നടന്നിരുന്നത്. പിന്നെ അതിന് ശേഷം ഉച്ചക്കലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവേണ്ട. വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാനും നിച്ചുമോനും വണ്ടി വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ അവിടെ എത്താറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിച്ചുമോന് കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ നിച്ചുമോനക്ക് ഇട്ട് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അത് ശരിക്കും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്ക് ഉമ്മയും താത്തയും അളിയൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നതിന് ശേഷം കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ താത്ത പറഞ്ഞ് നമുക്കൊരു സിനിമക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നൈറ്റിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും താത്തയും ഉണ്ണികളും എല്ലാവരും ഉണ്ട്. പിന്നെ മറ്റേ അവരെ അളിയൻ്റെ ജ്യേഷ്ഠനും വൈഫും ഉണ്ട്. പിന്നെ അവരുടെ കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ കാണാൻ പോണ ആടുജീവിതം ഉണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാണാൻ ആഗ്രഹിച്ച ടൈമിൽ കാണാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഇപ്രാവശ്യം കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലക്കാണ്ട് പോകണം. മേലെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് എന്തായാലും പോയിട്ട് വരാം. സൈഡ് നോക്കിയോളൂട്ടോ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ അവിടെ എത്തിയ ടൈമിൽ ഞാൻ വിചാരിച്ചു നിച്ചുമോനക്ക് ഇടയ്ക്ക് അങ്ങനെ ഉള്ളതാണ്, ഒരു സൗണ്ടൊക്കെ കേട്ടാൽ ഭയങ്കര പേടിക്കും. ശിവന് ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ഞാൻ പേടിക്കണു. അത്രയും ഭയങ്കര സൗണ്ടാണ്. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെയാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ അത്രയും നല്ല സൗണ്ടായിരുന്നു. പക്ഷെ അവനക്ക് പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് പൃഥ്വിരാജിനെ നോക്കിയിട്ട് ഇക്കാന്നൊക്കെ വിളിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ ചെവിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊത്തി കൊടുത്തിരുന്നു. അവൻ പേടിച്ചിട്ട് ബഹളം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അവനക്കൊരു കുഴപ്പമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇൻ്റർവെല്ലായപ്പോഴാന്ന് തോന്നുന്നുണ്ട് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടാണ്, പിന്നെ പോപ്കോണും വാങ്ങിച്ചിട്ടൊക്കെ ഇരുന്ന് കഴിക്കായിരുന്നു. പക്ഷേ അതിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമായില്ല. പിന്നെ ഉത്താനക്കും ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല നിച്ചുമോനും അത് തട്ടിക്കളയുകയും ചെയ്തു. അപ്പോൾ അത് കാരണം ഉത്താൻ പറഞ്ഞ് നമുക്ക് സാധാ പോപ്കോൺ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും അവനും കൂടെ പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇയാൾ പറഞ്ഞപ്പോൾ അവൾക്ക് മടിയായി.
അപ്പം ഞാൻ തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ നീച്ചുമോനെ അവൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഉത്താനും കൂടെ പോയിട്ട് വന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം സിനിമ ഒക്കെ കാണാമായിരുന്നു. പിന്നെ സിനിമനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സിനിമയാണ്. എന്തായാലും എല്ലാവരും പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും ഞങ്ങൾ സിനിമ ഒക്കെ കണ്ടിട്ട് ഇറങ്ങി. പിന്നെ അപ്പോഴേക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ആയി, ചാർജില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.